ചങ്ങായിമാരെ, ഈ 4 തീയതികളും പഠിച്ചു വെച്ചോ, ഉപകാരത്തിൽപ്പെടും. SCERT ടെക്സ്റ്റ് ബുക്കാണ്, തട്ടിമാറ്റല്ലേ. മാർച്ച് 21, സെപ്റ്റംബർ 23 ഈ 2 തീയതികളിലും സൂര്യൻ്റെ ഭൂമിയിലേക്കുള്ള സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഭൂമധ്യരേഖ അഥവാ 0 ഡിഗ്രി അക്ഷാംശരേഖ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ലൈൻ, അതിന് നേർമുകളിലായിരിക്കും ഈ 2 തീയതികളിലും സൂര്യൻ്റെ സ്ഥാനം. ഈ ദിവസങ്ങളെ പറയുന്ന പേര് പഠിച്ചോ. ഇക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ എന്ന പേര് പറയും. സമരാത്ര ദിനങ്ങൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പേരുകൾ പഠിക്കുക, 2 തീയതിയും പഠിക്കുക. അടുത്തത് ജൂൺ 21. ഈ തീയതിയിൽ സൂര്യൻ ഭൂമിയിൽ പതിക്കുന്ന സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും, അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേർമുകളിൽ. എന്താണ് ഉത്തരായന രേഖ? ഉത്തരാർദ്ധഗോളത്തിലെ അഥവാ നോർത്ത് ഹെമിസ്ഫിയറിലെ 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ലൈനിനെ അഥവാ അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ. ഇതിന് നേർമുകളിൽ വരുന്ന തീയതിയാണ് ജൂൺ 21. ഈ ദിനത്തെ വിളിക്കുന്ന പേര് കൂടെ പഠിച്ചു വെക്കുക. ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോൾസ്റ്റേസ്, കർക്കിടക അയനാന്തര ദിനം എന്നും വിളിക്കാറുണ്ട്. ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക. തീയതി ജൂൺ 21. അതേപോലെ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് അഥവാ ടോപ്പിക് ഓഫ് കാപ്രിക്കോണ് നേരെ മുകളിൽ സൂര്യൻ വരുന്ന തീയതിയാണ്. ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ അഥവാ ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി സൗത്തിലുള്ള അക്ഷാംശ രേഖയാണ്. അഥവാ 23.5 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ലാറ്റിറ്റ്യൂഡ് ലൈനിനെ പറയുന്ന പേരാണ് ദക്ഷിണായന രേഖ അഥവാ ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതിന് നേർമുകളിൽ വരുന്ന തീയതി ഡിസംബർ 22. ഈ ദിവസത്തെ പറയുന്ന പേരുകൾ കൂടെ പഠിച്ചു വെക്കുക. ശൈത്യ അയനാന്ത ദിനം അഥവാ വിൻ്റർ സോൾസ്റ്റേസ്, ഇതിനെ മകര അയനാന്തരമെന്നും ശിശിര അയനാന്തര ദിനമെന്നും പറയാറുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം പഠിച്ചു വെക്കുക, തീയതി പഠിച്ചിക്കുക. തീയതികൾ പഠിക്കാൻ നല്ല സുഖമാണ്. 3 മാസം ഇടവേളയാണ് വരുന്നത്. അഥവാ ആദ്യം മാർച്ച് മാസം, മാർച്ച് 21, അതിലേക്കൊരു 3 മാസം ആഡ് ചെയ്ത ജൂൺ 21. അടുത്തത് സെപ്റ്റംബർ 23, ആ തീയതി മാറരുത്, സെപ്റ്റംബർ 23. വീണ്ടും 3 മാസം കഴിഞ്ഞാൽ ഡിസംബർ തീയതി മാറരുത്, ഡിസംബർ 22. കൂടെ ആ ദിനങ്ങളെ പറയുന്ന പേരുകൾ, അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് എന്നതുകൂടെ പഠിച്ചു വെച്ചാൽ ഇതിൽ ഈ ഭാഗത്തിൽ നിന്ന് മാർക്ക് പോയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ, ഉപകാരത്തിൽപ്പെടും.